മെസ്സിന് കേരളത്തിൽ വരാൻ ഒറ്റ വഴിയുള്ളൂ. ഈ കായിക മന്ത്രിയും ഈ സ്പോൺസറും തള്ളിയ കാര്യങ്ങൾ അർജന്റീന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മെസ്സിക്ക് അയച്ചു കൊടുക്കുക. മെസ്സി കേട്ടവരെ രണ്ടാളെ ഓരോന്ന് കൊടുക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് കേരളത്തിൽ വരും. ഇനി കേരളത്തിൽ വരാൻ ആ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം കേരളത്തിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ജനങ്ങളും വിശ്വസിക്കുന്നില്ല. മൂപ്പര് പറഞ്ഞപ്പോൾ പുതിയൊരു മെയിൽ വന്നിട്ടുണ്ടെന്നാണ്. അത് ചെന്നൈ മെയിലാണെന്നും അറിയില്ല. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് ചെന്നൈ മെയിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ചെന്നൈ മെയിൽ വന്നിട്ടാണോ അദ്ദേഹം ഇത് പറഞ്ഞതെന്നറിയില്ല. മാത്രമല്ല ഈ മെയിൽ ഞാൻ ആർക്കും കാണിച്ചു തരില്ല. എനിക്കിതിൽ ഒരു നിലപാടെടുക്കേണ്ടി വരും, മെസ്സിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും എന്നൊക്കെയാണ് അദ്ദേഹം അവിടെ വെല്ലുവിളിച്ചത്. അതായത് ജനങ്ങളെങ്ങനെ കൊഞ്ഞനം കുത്തുക. മാത്രമല്ല ഇപ്പോൾ ഈ കലൂർ സ്റ്റേഡിയം പുതിയ കരാറുണ്ടാക്കാൻ പോകുന്നു എന്ന് കേട്ടു. അപ്പോൾ ജനങ്ങൾ ഇടപെട്ടിട്ടില്ലായിരുന്നെങ്കിൽ കലൂർ സ്റ്റേഡിയമൊക്കെ പോയിട്ടുണ്ടാവുമായിരുന്നു. ഇപ്പോൾ പുതിയ കരാറുണ്ടാക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കരാറില്ലാതെയാണോ ഈ സ്റ്റേഡിയം സ്പോൺസർക്ക് കൈമാറിയത്? അപ്പോൾ ഈ നാണം കെട്ട ഏർപ്പാട് മാത്രമല്ല, കോഴിക്കോട്ട് പിന്നെ കേന്ദ്രമാക്കി ഒരു അന്താരാഷ്ട്ര ഫിഫ നിലവാരത്തിലുള്ള ഒരു സ്റ്റേഡിയം പണിയും. ആ സ്റ്റേഡിയം കാണിച്ചിരുന്നവർക്ക് 1 കോടി രൂപ യൂത്ത് ലീഗ് ഇനം പ്രഖ്യാപിക്കാം. കോഴിക്കോട്ടെ കേന്ദ്രമാക്കിയിട്ടുള്ള അന്താരാഷ്ട്ര ഫിഫ റാങ്കിലുള്ള അന്താരാഷ്ട്ര സ്റ്റേഡിയം, അവിടെ മെസ്സി കളിക്കുന്നവരെ പ്രഖ്യാപിച്ചു കളഞ്ഞു. ഇവിടെ കലൂർ സ്റ്റേഡിയത്തിൽ മര്യാദക്ക് കസാര ഇടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മെസ്സിന് കേരളത്തിൽ വരാൻ ഒറ്റ വഴിയുള്ളൂ. ഈ കായിക മന്ത്രിയും ഈ സ്പോൺസറും തള്ളിയ കാര്യങ്ങൾ അർജന്റീന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മെസ്സിക്ക് അയച്ചു കൊടുക്കുക. മെസ്സി കേട്ടവരെ രണ്ടാളെ ഓരോന്ന് കൊടുക്കാൻ വേണ്ടി നിർബന്ധമായിട്ട് കേരളത്തിൽ വരും. ഇനി കേരളത്തിൽ വരാൻ ആ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം കേരളത്തിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ജനങ്ങളും വിശ്വസിക്കുന്നില്ല.